ആലോചനകൾ അറിയിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. I want to take this time. ഒരു വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം. Let's turn our attention to Deuteronomy. അതിന്റെ 33-ാം അധ്യായത്തിന്റെ chapter 33. 26-27 വാക്യമാണ്. 26-27. ഒന്നുകൂടെ ശരിക്കും വായിക്കണേ. അത് തന്നെ വായിച്ചോ. വായിച്ചോ. മതി. ഈ രണ്ട് വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം. These are the two verses that we are trying to meditate from. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. May the Lord's name be glorified. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പല രാജ്യങ്ങളൊക്കെ വലിയ ശക്തിയാണെന്ന് പറയുന്നു. അതല്ലെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കും. അതായിരിക്കും. പക്ഷേ ഞാൻ ആത്മീയ തലത്തിൽ ദൈവസന്നിധി എന്നുകൊണ്ട് പറയുകയാണ് അതല്ല വലിയ ശക്തി എന്ന് ഞാൻ പറയുന്നു. There are several strong forces that we believe are the strongest on the earth, but we believe in the strongest of the strongest. It is God himself. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പെന്തക്കോസ്തിന്റെ ശക്തിയാണ്. The strongest power is the power of an anointed person who lives by Christ in Pentecostal in his life. അത് പറയാൻ കാരണമുണ്ട്. There is a reason I say that. ഞാൻ മാർത്തോമാക്കാരനായിരുന്നു. I am a Marthomite. 17-ാമത്തെ വയസ്സിൽ at the age of 17 മാർത്തോമ പള്ളിയിലെ യൂത്ത് ലീഗ് ആരാധന കഴിഞ്ഞ് യൂത്ത് ലീഗ് കഴിഞ്ഞ് ഒരു 2 മണിക്ക് 3 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് ദൂരം നടന്നാ പോകുന്നത്. I mean we walk, it's around 3 kilometers away from my house. തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കൂട്ടം. When I come back I see a crowd in my house. അപ്പം ഞാൻ വന്നപ്പം എന്നോട് വിവരമൊന്നും പറഞ്ഞില്ല. പറയണ്ടെന്ന് എൻ്റെ കൊച്ചു സഹോദരിയോട് പറഞ്ഞു. Amen. When I came back they did not let me know what's going on. It was instructed to them. അവള് കുഞ്ഞു മനസ്സിൽ കള്ളം നിൽക്കത്തില്ലല്ലോ, പിള്ള മനസ്സിൽ കള്ളം നിൽക്കത്തില്ല. Amen. It was my little sister. She couldn't keep it as a സത്യം വിളിച്ചു പറഞ്ഞു. She called it out. ഒരു അതിര് പ്രശ്നം ഉണ്ടായതാ. Amen. There was a problem with the borders of the land. ഒരു പള്ളിയാണ് ഞങ്ങളുടെ മുകളിലത്തെ അതിര്. Amen. The church is അവരുമായിട്ട് എൻ്റെ കുടുംബമാണ് വിഷയം ഉണ്ടായിരിക്കുന്നത്. Amen. It is our family that is making a problem with the land of the പിതാവ് church. ദേശത്ത് അറിയപ്പെടുന്ന ഒരാളാണ്, ഒരു കർഷകനായിരുന്നു. My father was a prominent farmer in that land. അദ്ദേഹത്തെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ചെറുപ്പക്കാർ കുറച്ചുപേര് മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. A lot of people are pointing at a set of young people and they are with my father. എൻ്റെ മേൽ ഒരു ശക്തി വന്നു. There was a power that came on me. ഞാൻ മുകളിലേക്ക് കിളരുന്നതായി തോന്നി. I felt like I'm taken up. ഞാൻ 2 ആയുധം എടുത്തു. Amen. I took 2 weapons. ഞാൻ ചാടുകയാണ് അവരെ തകർക്കുവാൻ. Amen. I'm trying to jump. അവിടെ കൂടി നിന്നവരെല്ലാം കൂടെ എന്നെ പിടിച്ച് അകത്ത് കയറ്റി കഥ കടച്ചു. Amen. A lot of people held me and put me inside. ആ ശക്തി കൊലപാതകത്തിന് വേണ്ടിയുള്ള ഡെവിൾ സ്പിരിറ്റ് ആയിരുന്നു. Amen. It was a power of the devil that was trying to murder some people. ആ സ്ഥാനത്ത് in that place 1985 in 1985 ഏപ്രിൽ മാസം 5-ാം തീയതി April 5th ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ ഡൽഹിയിൽ വെച്ച് നിറച്ചു. The Lord filled me with the power of the Holy Spirit. ആ ശക്തി ശക്തമായി ആത്മീയ ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള യാത്രയ്ക്കുള്ള ശക്തിയായിരുന്നു. And that became the power, the fuel for my spiritual life. നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള ശക്തിയാണ് എൻ്റെ മേൽ പകർന്നത്. It was the power, it was the strength to endure things for Christ. ആ ശക്തിയാൽ എന്നും നിറയുന്നു. ഇന്ന് പകലിൽ രാവിലെയും ആ ശക്തിയാൽ ദൈവത്തെ നിറഞ്ഞ് മഹത്വപ്പെടുത്തിയാണ് ഇവിടെ വന്നത്. Amen. And that is the same spirit with which we live by even today, and that's how I came here this morning. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞവനാണ് ഞാൻ. I am the person who know both of these things. അത് നിത്യ നരകത്തിൽ തള്ളുന്ന കുലപാതകത്തിനും ദുഷ്ടതയ്ക്കുമുള്ള ശക്തിയായിരിക്കുമ്പോൾ ഈ ശക്തി നിത്യനാശത്തിൽ നിന്നും നിത്യതയിൽ എത്തിക്കുന്ന ശക്തിയാണ്. When there is one power that will push you into hell through several things that does not approve for Christ, but there is a power of the Holy Spirit that leads you to eternity. അത് അറിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. And I am here with complete reliance and realization of that. നമ്മൾ വായിച്ച വാക്യം യെശുരൂനന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. There is no other God like the God of Jeshurun. സങ്കീർത്തനം എനിക്ക് ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് 66-ാം സങ്കീർത്തനം. Amen. Psalm 66 is one of my favorites. അതിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട്. Amen. There is the glory of God explained. കടന്നു പോകേണ്ടി വന്നെന്ന് പറഞ്ഞു. Amen. When we go through fire and ഭാരം water, വെച്ചിരിക്കുന്നെന്ന് there was burden on our backs. വലയിൽ അകപ്പെട്ടെന്ന് പറഞ്ഞു. We were captured in തലമേൽ nets. കയറി ഓടിക്കുമാറാക്കിയെന്ന് പറഞ്ഞു. There were people running on our heads. സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നവൻ, but the Lord who leads us to prosperity, the one who is alive, അത്ഭുതങ്ങളുടെ ദൈവം, the one who is alive, പ്രാർത്ഥന
കേൾക്കുന്നവൻ, He is the one who hears our മറുപടി prayers. തരുന്നവൻ, He is the one who answers ഇറങ്ങി our prayers. വരുന്നവൻ, He comes down when ഈ we call. തുളസിയിലും അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, He is even able to do ഇന്നും wonders in ജീവിക്കുന്നു. Tulsa. He is still alive. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. Amen. Thank you, Jesus. സ്തോത്രം. അതുകൊണ്ട് കിട്ടിയ സമയം നമ്മൾ പാഴാക്കാതെ അവൻ്റെ നാമത്തിനായിട്ട് നിൽക്കണം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. Let's be with a prayerful mind. Let's all give glory to God this morning. എനിക്ക് പ്രസംഗിക്കാനൊന്നും ഒരു കഴിവില്ല. ശക്തി വന്നാൽ ഞാൻ പ്രസംഗിക്കും. ഞാൻ ബൈപ്പാസ് ഒന്നും നോക്കത്തില്ല. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ആണ് നിൽക്കുന്നത്. മരിക്കുന്നെങ്കിൽ അവനായി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. Amen. I stand for the name of the Lord, and I wish to die and dream to die for Christ. അവൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. May the most holy name of the Lord be glorified. യേശുരൂർ ആരാണെന്ന് യെശയ്യാവ് 44 പറയുന്നുണ്ട്. വായിക്കണ്ട. യേശുരൂർ ആരാണെന്ന്. In Isaiah 44, we know who Jeshurun is. യാക്കോബാണ്. He is Jacob. അവനോട് ദൈവം പറയുന്നു ഭയപ്പെടണ്ടാന്ന്. Amen. And he says, don't worry. അവൻ Don't be afraid. പ്രാർത്ഥനയുടെ മറുപടിയാണ്. Amen. He is the answer to a prayer. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്. Amen. It is in Genesis. റെബേക്കായ്ക്ക് മക്കളില്ലാതിരുന്നപ്പോൾ ഇസഹാക്ക് അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതേ സ്തോത്രം എന്ത് ചെയ്തു? 2 മക്കളെ നൽകിയതിൽ ഒരുവനാണ് യേശുരൂൻ. Amen. Jeshurun is one of the kids that the Lord sent as an answer to the prayer of Isaac and Rebekah. അവൻ വാഗ്ദത്ത സന്തതിയാണ്. He is a promised son. റെബേക്കയുടെ ഉള്ളിൽ ഒരു തിക്കലുണ്ടായപ്പം റെബേക്ക പറഞ്ഞു മരിച്ചാ മതി എന്ന് പറഞ്ഞു. Amen. When there was a troublesome situation, Rebekah went through. She said, I just want to നടത്തിയതിനു die. ശേഷം അവൾ പോയി പ്രാർത്ഥിച്ചപ്പോൾ സ്കാൻ ചെയ്ത് ദൈവം പറഞ്ഞു 2 പിള്ള നിന്റെ ഉള്ളിൽ ഉണ്ട്. And later when she got to know there are 2 kids growing in her womb, അതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കും. Amen. The eldest one will serve the അവൻ younger one, വലിയവനായി തീരും. and he will become the greatest. അപ്പൊ യേശുരൂൻ യാക്കോബ് വാഗ്ദത്ത സന്തതിയാണ്. Amen. And Jacob is the promised child. പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന്. He is the answer to a prayer. പ്രാർത്ഥിച്ച ചിലരെ കാണാൻ കഴിയുന്നുണ്ട്. Amen. We see people who pray. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. In the Gospel of Luke we see people. സെക്കരിയാവും എലിസബത്തും Zechariah and Elizabeth prayed. അത് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. They are ministers to the Lord. സകല ന്യായങ്ങളിലും എല്ലാം നീതിയുള്ളവരായ ഒരു കുറ്റവും പറയാനില്ലാത്ത 2 പേരെ കാണാൻ കഴിയുന്നുണ്ട്. We see 2 people who are righteous in that അവരുടെ time, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലോ. and there is no answer to their prayer. നറുക്ക് വന്ന ഒരു ദിവസം ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ജനം പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ When the Lord was picked and Zechariah was ministering unto the Lord in ഒരു the altar, ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. there is an angel appearing to him. സെക്കരിയാവേ ഭയപ്പെടേണ്ടോ. Oh Zechariah, do not be afraid. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. Your prayer has been answered. ഓ ഹല്ലേലൂയ. ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. Amen. This morning let me remind you ഇന്ന് there is മുതൽ answer to പ്രാർത്ഥനയ്ക്ക് prayer. മറുപടിയുണ്ട്. There is answer to your അത് prayers. എത്ര വലിയ വിഷയമായിക്കോട്ടെ, How much ever biggest of a problem that may be, പർവ്വത സമാനമായ how വിഷയമായിരുന്നാലും much mountain like problems you may go through, പ്രാർത്ഥനയാൽ മറുപടിയുണ്ട്. there are answers to prayers. പ്രാർത്ഥന നിർത്തരുത്. Do not cease praying. പ്രാർത്ഥന തുടരട്ടെ. Let prayers happen continually. ഞാനും പ്രാർത്ഥനയുടെ മറുപടിയാ. Amen. I am also an answer to a prayer. എൻ്റെ അമ്മച്ചി സ്വാതന്ത്ര്യമില്ലാത്ത കാലത്തിൽ ഞങ്ങളുടെ അപ്പച്ചൻ ഭയങ്കര എതിരായിരുന്നു, മർത്തോമക്കാരൻ എതിരായിരുന്നു. അമ്മച്ചി പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നു രഹസ്യത്തിൽ. Amen. My mom came to the New Testament belief in secret back in the day when there was no freedom. അമ്മച്ചി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 12 വയസ്സോളമേ ഉള്ളൂ എനിക്ക്. I'm only 12 years old and I've seen my grandmother praying in tears. അമ്മച്ചിയുടെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് കാൽപെരുമാറ്റമില്ലാതെ എന്നെയാ അപ്പച്ചൻ വരുന്നോ ഇല്ലയോ നോക്കാനായിട്ട് എന്നെയാ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നത്. To see if my grandfather is coming, I am standing outside of her room so that she's not caught praying. എനിക്ക് ശമ്പളമുണ്ട്. 25 പൈസയാണ് അന്നത്തെ കാലത്ത്. 25 പൈസ. I'm also paid. Back in the day, 25 paisa was my salary. അപ്പച്ചനെ കറങ്ങി അപ്പച്ചൻ വരുന്നോ നോക്കുക. അപ്പച്ചൻ പുറത്തോട്ട് പോയിരിക്കുകയാണ്. വരുന്ന ഇടയ്ക്ക് അമ്മച്ചി പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. My grandmother would be praying and my grandfather would be outside. കാൽപെരുമാറ്റം കേൾക്കാതെ പെല്ലെ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുമ്പോൾ, Amen. When I'm serving as a security to my mother praying, ഞാൻ ചെന്ന പെല്ലെ ഏങ്ങലടിച്ച് കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. Amen. I hear her weeping her heart out. ഞാൻ ചെന്ന് ശ്രദ്ധിച്ചപ്പോൾ
When I try to focus what she's praying. എൻ്റെ ദൈവമേ, എൻ്റെ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നിനെ പോലും നീ വിടിവിച്ചില്ല, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലയോ, എന്നാ ഇത് സാധ്യമാകുന്നെന്ന് ഏങ്ങലടിച്ചാ കരയുന്നത്. She is crying her heart out, asking, you haven't even delivered one other person from my family. When will this happen, Lord? This is what she's asking. അതിനുശേഷം എന്നോട് ഒരു പ്രവചനം പറഞ്ഞു. After that, she prophesied to me. എൻ്റെ മരണശേഷം, after my death, നീ വീടിന്റെ രക്ഷയ്ക്കായി, to be a salvation for this family to be saved, അനേകരുടെ രക്ഷയ്ക്കായി, for a lot of people's salvation, ഒരു നായകനായി നീ എഴുന്നേൽക്കുന്ന സമയങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട്. there will be time when you will be rising, the Lord will lift you. അത് നിറവേറി. Amen. That happened. യേശുവിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. The Lord of Jeshurun is still alive. അവനൊപ്പം പറയുവാൻ ആരുമില്ല. There is no other God like him. അവനെ പോലെ ആരാധ്യൻ There is ആരുമില്ല. no other person whom we can worship unto God. അവന്റെ നാമം മഹത്വപ്പെടുവാൻ. May his name be glorified. Thank you, Jesus. അടുത്തത് അന്നായുടെ വിഷയമാണ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. Then we see about Hannah who was praying for her child. രണ്ട് ഭാര്യമാരുണ്ട്. Elkanah had 2 wives. അതിൽ ഹന്നയും Hannah പിന്നെ പെനീന. and Peninnah. പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. Peninnah has children, but Hannah doesn't മക്കളുള്ളവള് have children. ഈ മക്കളില്ലാത്തവളെ നിന്ദിക്കും. നാട്ടിൽ മക്കളില്ലാത്തവര് ഉള്ളവരുടെ മക്കളെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് ശാപമായിട്ടൊക്കെ അവിടെ പറയുന്നതായിട്ടൊക്കെ കേട്ടിട്ടുള്ളൂ. അതിന്റെ ഹിസ്റ്റോറിക്കൽ സൈഡ് എനിക്കറിയത്തില്ല. In Kerala, we have a custom where if a woman does not have children, you will not be let to take other kids, and you will be mockery. ഇവള് ആകെപ്പാടെ വിഷമിച്ചു ഭവനത്തിലെ വിഷയം നിമിത്തം. I mean, she was upset with what was going on in her അവൾ family, ഒരു കാര്യം തീരുമാനിച്ചു. and she decided, നിന്നയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ. and she decided to pray amidst of that mockery. പലരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് മുഖ്യനായിട്ട് വരാൻ പോകുന്നത് കേരളത്തിൽ. We know who is being appointed as the chief minister of Kerala. He's a favorite. ഉണർന്നിട്ടുണ്ട്. All the Pentecostal believers are awake. ഭയങ്കര സന്തോഷമാണ് ബന്ധുക്കോസുകാർക്ക്. And they are all happy. എനിക്ക് വലിയ സന്തോഷമില്ല. I am not happy personally. വെച്ചാൽ ഈ മുഖ്യനും കിക്കിയനെയും ഒന്നും ഞാൻ എൻ്റെ 35 ശുശ്രൂഷ കാലയളവിൽ ഞാൻ കണ്ടില്ല. എൻ്റെ കൂടെ ഞാൻ കണ്ട ഒരുവൻ ഇന്നും എൻ്റെ കൂടെ ഈ തുളസിയിലുമുണ്ട്. Amen. In 35 years of my ministry, I did not depend on any people, but the Lord I depended on. He's with me even today. Any people, but the Lord I depend. അവനെ എനിക്ക് വർണ്ണിക്കാനായിട്ട് എൻ്റെ നാവ് പോരാ. Amen. I don't have enough tongues or words to speak about him. അവനെ ഉയർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. I have only one aim, to praise him. എൻ്റെ ഡാളസിലേക്കുള്ള വരവിൽ എൻ്റെ പ്രോഗ്രാം അതാണെന്നറിയാം, 0. Amen. When I came to Dallas, you know what was my program? പ്രോഗ്രാം ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള വലിയ വീരന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. I've heard about people who've come with packed calendars. പ്രോഗ്രാമായിട്ട് വന്നിട്ടുള്ളവരെ കേട്ടിട്ടുണ്ട്. I know people who've come with packed calendars. 5 ഇല്ല 10 ഇല്ല ഒന്നുമില്ല, 0. I don't have 5 or 10, just nothing. എന്നാൽ ഞാൻ ന്യൂയോർക്ക് വഴിയാണ് വന്നത്. I came via New York. ന്യൂയോർക്കിൽ നിന്ന് ഡാളസിലേക്കുള്ള ഡെൽറ്റ ഫ്ലൈറ്റ് മിസ്സായി പോയി. I missed my flight to Dallas from New York. എങ്ങോട്ട് പോകുന്ന അറിയാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ And when I did not know what to ന്യൂയോർക്കിന്റെ do. അങ്ങേറ്റത്തോട്ട് കൊണ്ടുപോകാൻ ഒരു ഫാമിലി വരികയാണ്. There is a family who is coming to take അവിടെ കൊണ്ട് me ഒരു to വീട്ടിൽ another പാർപ്പിച്ചെന്ന് place. And they took me to a house. സന്തോഷത്തോട് പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിന് വിട്ടെന്ന്. And they sent me to the next flight. അവിടെ തുടങ്ങുകയാണ് ശുശ്രൂഷ. From there on we started അവിടുന്ന് ministry. ഇങ്ങോട്ട് വന്നത്. From there I came here. പ്രാർത്ഥിച്ച ഇറങ്ങിയത്. Amen. I prayed. ഫ്ലൈറ്റിൽ വെച്ച് ശക്തമായിട്ട് കരയാൻ പറഞ്ഞു. Amen. The Lord told me to cry. ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. I prayed. പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. Amen. I got here by prayers. ഇപ്പോഴും ശുശ്രൂഷയൊന്നുമില്ല. Amen. Today also there's no more ministry. എന്റെ സഹോദരൻ നേരത്തെ പറഞ്ഞു ഇവിടെ കാണും വരികയാണെങ്കിൽ ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ടെന്ന്. Amen. If you come by here, we can minister here. ഒന്നുമില്ല. Amen. എന്റെ മോൻ എന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വരാനും പറ്റത്തില്ല. Amen. If my son doesn't bring me, അവൻ എന്നെ I wouldn't be here. കൊണ്ടുവന്നു. Amen. When I came here, I'm here. സീറോയുടെ അകത്ത് 1 കയറിയിട്ടുണ്ട്. Amen. There is 1 added to that. അടുത്ത സ്വർണം കഴിഞ്ഞ ദിവസം ഒരെണ്ണം കിട്ടി. Amen. Then I got another one. അതും നേരത്തെ മോന്റെ കൂട്ടുകാരനാണ് ആ ചർച്ചിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ശുശ്രൂഷ എവിടെ കിട്ടി. It is my son's friend in that church, so I'm ministering there in a different church. വർഷിപ്പ് സെന്ററിൽ ഒരു ശുശ്രൂഷയുടെ ചെറിയ ഭാഗം കിട്ടി. And then there was another place. There was 3. ബാക്കി എന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. And then I'm praying.
കറങ്ങുന്ന പരിപാടിയില്ല. I don't have time to go ദൈവത്തിന്റെ around. പ്രവൃത്തി വെളിപ്പെടട്ടെ. May the work of the Lord be revealed. ദൈവത്തിന്റെ തിരുനാമം May the മഹത്വപ്പെടുമാറാകട്ടെ. name of the Lord be glorified. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. There is no other God like the God of Jeshurun. യേശുവിന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Jeshurun's God what does wonders even today. യാക്കോബിന്റെ യേശുവിന്റെ കഥയെപ്പറ്റി തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Amen. We know the story of Jeshurun or Jacob. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇസഹാക്കിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് As an answer to the prayers of Isaac, റിബേക്കായുടെ ഉള്ളിൽ രണ്ട് തലമുറകൾ ജനിപ്പാനായിട്ട് ഇടയായി. there are two children that Rebekah brings forth. അതിൽ പുറത്തു വന്നവനാണ് ആമേൻ മുഖ്യനാകുമെന്ന് പറഞ്ഞവനാണ് യാക്കോബ്. Amen. Jacob is the one who is prophesied to be the greatest. ദൈവത്തിന് സ്തോത്രം. ഏശാവാണ് മൂത്തത്. As Esau becomes the eldest. അവന്റെ ജോലി വേട്ടക്കാരനാണ്, വനത്തിൽ സഞ്ചരിക്കുന്നവനാണ്. He is a hunter. He hunts animals in the forest, in the wild. ഈ യാക്കോബ് യെശുരൂൻ കൂടാരവാസിയും സുശീലനുമാണെന്നുണ്ട്. Amen. About Jacob we read he is a person who is back in the tents and he is a sweet one. ഇവൻ അമ്മപക്ഷമാണ്. And he is mother's kid. ഈ ഏശാവ് അപ്പംപക്ഷമാണ്. Amen. And Esau is a father's son. നാട്ടിലെ രാഷ്ട്രീയത്തിലോട് കടക്കുന്നില്ല, അത് പറഞ്ഞാൽ ഫലിതം വരും. Amen. I'm not getting into the politics what's happening in India. അമ്മപക്ഷവും അപ്പംപക്ഷക്കാരുമായിട്ടുള്ള രണ്ടുപേരാ. And there are two kids who are on either sides of the parents. ഇപ്പൊ ഒത്തിരി പക്ഷക്കാരുണ്ടല്ലോ. പൗലോസിന്റെ പക്ഷക്കാരനും കേഫാവിന്റെ പക്ഷക്കാരും ക്രിസ്തുവിന്റെ പക്ഷക്കാരും ഉണ്ട്. And Peter's people, Cephas's people, Jesus' people, and they are asking what to do next. ഗലാത്യരോട് പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ വരച്ചു കിട്ടിയിരിക്കെ ക്ഷുദ്രം ചെയ്ത് നിങ്ങളെ മയക്കിയതാര്? Amen. In Galatians, Paul is asking, since you've gotten Christ who is drawn in front of you, who actually deceived you? ഹോളി സ്പിരിറ്റ് ഉണ്ട്, ഡബിൾ സ്പിരിറ്റ് ഉണ്ട്. Amen. There is the Holy Spirit and there is an unholy devil spirit. ദൈവമക്കളായ നമുക്ക് ഹോളി സ്പിരിറ്റ് ആ വേണ്ടത്. Amen. We need the Holy Spirit. ആ ശക്തി വലിയ ശക്തിയാണ്. And that is the greatest ആ power. ശക്തിയാൽ അന്ധകാര ശക്തിയെ ജയിക്കാൻ പറ്റും. Amen. We can win over darkness വിശ്വാസ in that ജീവിതത്തിൽ time. ശക്തമായ മുന്നേറ്റം ഉണ്ടാകും ആത്മശക്തിയാൽ. And we can bleed forth in our spiritual life. അതുകൊണ്ട് കച്ചിയും പക്ഷം കളിക്കരുത് ഇവിടെ. Amen. Do not play sides in the church. ഓക്കലമായിൽ രാഷ്ട്രീയം കളിക്കരുത്. Amen. Do not play politics in Oklahoma. ഇനി ഒരു കാര്യം പറയാം. ഇവിടെ നിന്ന് വെളിച്ചമായിട്ട് അങ്ങോട്ട് നമ്മുടെ നാട്ടിലോട്ട് വന്ന ഒത്തിരി കാലഘട്ടങ്ങൾ പുറകിലേക്ക് നോക്കുമ്പോൾ ഉണ്ട്. Amen. There are times when we've seen ministers from here came to our places back in India. ഞാൻ അറിഞ്ഞത് പറയാം. Amen. Let me tell you what I got to know now. എന്നാൽ തലമുറകൾക്ക് ദൈവമില്ലാത്ത നിലകളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ, After generations, when we see generations in this land do not serve God കേരളത്തിൽ anymore. നിന്നും അഭിഷക്തരെ ഇവിടേക്ക് ഇറക്കുകയാണ് ദൈവം. There are anointed people who are traveling the other way around from India to this land. ജീവിക്കുന്നവരെ അയക്കുകയാണ് ദൈവം. And the Lord is bringing people who live by His word. അതുകൊണ്ട് അപ്പം പക്ഷവും അമ്മ പക്ഷവും നിൽക്കരുത്. കാട്ടിപക്ഷം ഇന്ന് മുതൽ വിട്ടുകളയണം. So do not stand for politics in any place. Stand with the Lord. ദൈവത്തിന്റെ നാമത്തിനായിട്ട് നിന്നാൽ ദൈവം നിന്നോട് കൂടെ വരും. Amen. If you stand for the name of the Lord, the Lord will be നിന്റെ with you. പക്ഷത്ത് വേണ്ട ദൈവമുണ്ടെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ഇന്ന് പകലിൽ ആരുമില്ല. You don't need anybody on your side. If the Lord is for you, who can stand against you? Thank you, Jesus. കച്ചിയും പക്ഷവും കളിച്ചാൽ, അപ്പം പക്ഷവും അമ്മ പക്ഷവും ഒക്കെ കളിച്ചാൽ, ഞാൻ തിരുവചനം വെച്ചാ പറയുന്നത്, നമ്മുടെ നാട്ടിലോട്ടുള്ളത് ഞാൻ കടക്കുന്നില്ല. കടന്നാൽ ഇവർ പിടിക്കുന്നുണ്ട്. അത് വിട്ടെങ്കിൽ പിന്നെ പ്രശ്നമാകും. എനിക്ക് അങ്ങ് ചെല്ലേണ്ടതാ. I don't want to get into the depths because ഗ്രീൻ കാർഡ് ഒന്നും എനിക്കില്ല. വിസിറ്റിങ്ങിന് 6 മാസമുള്ളൂ. 6 മാസത്തിന് 5 ദിവസം മുമ്പേ ഇറങ്ങേണ്ടതാ. Even before 6 days, when it hits the 6 month അതുകൊണ്ട് ഞാൻ mark, അതിലേക്ക് പോകുന്നില്ല. ഈ തിരുവചന വെളിച്ചത്തിൽ ഞാൻ പറയാം, അപ്പം വർഷവും അമ്മ വർഷവും. Amen. Don't play sides of parents or father's side or the mother's side. അപ്പം മരിക്കുന്നതിന് മുമ്പേ ഒരു ആഗ്രഹം പറഞ്ഞു. Amen. There was a desire that the father said, മോനെ ഏശാവേ, oh Esau, നീ വേട്ട ആടിക്കൊണ്ട് വന്ന് amen, when you hunt, ഇറച്ചി തന്നിട്ട് amen, അപ്പച്ചം തിന്നിട്ട് നിന്നെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് മരിക്കാൻ പോവാ, നീ വേഗം പോയിട്ട് വരാൻ പറഞ്ഞു. I want to bless you. Before that, you need to bring some meat soup for me, Isaac said. ഇവൻ പോയ സമയം കൊണ്ട് And the moment he left, കൂടാരവാസിയും സുശീലനുമായവന് അമ്മ വശത്തായിരുന്നു. the sweet boy Jacob was with the mother. അമ്മ ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു, മോനെ വേഗത്തിൽ നീ വേഷം മാറി ഒരു ആടിനെയൊക്കെ ശരിയാക്കി കൊണ്ടുപോവാ, ഞാൻ പാകം ചെയ്ത് അപ്പച്ചന് കൊടുത്ത്
അവൻ വേട്ടയാടാൻ ചെന്നാൽ ഉടനെ ഒന്നും കിട്ടത്തില്ല. കുന്നം പിടിച്ചൊക്കെ ഇരുന്ന് പാത്തൊക്കെ ഇരുന്ന് കൊണ്ടുവരാൻ സമയമെടുക്കും. നീ വേഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാക്കി തരാം, തിന്നേച്ച് വേഷം മാറി നീ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നീ അതേ സ്വോത്രം രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. Amen. And the mother is advising the youngest son Jacob to disguise himself as Esau and get the blessings from the father. അങ്ങനെ അവൻ അമ്മച്ചി പറഞ്ഞ തന്ത്രത്തിൽ അവൻ രക്ഷപ്പെട്ടു. There he was set out after ഇറച്ചി getting കൊണ്ടുവന്ന് blessing. അപ്പച്ചന് കൊടുത്തു. And he gave the soup to the father. സ്വരം മാറ്റാൻ നോക്കിയിട്ട് കോമഡിക്കാരായിരുന്നെങ്കിൽ അവർ ഒത്തിരി സ്വരത്തിലൊക്കെ പറയും. ഇവന് കോമഡി അറിയാത്തത് കൊണ്ട് ഇവൻ പറഞ്ഞ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, മോനെ തപ്പി നോക്കിയിട്ട് യേശാവിനെ പോലെ ഇരിക്കുന്നെങ്കിലും ശബ്ദം കേട്ടിട്ട് യേശുരുവിനാണെന്ന് തോന്നുന്നു. Amen. Even though you feel like Esau, but you sound like Jacob. വയസ്സാങ്കാലത്ത് അപ്പച്ചനെ കളിപ്പിച്ചു. The father was strict in his old age. അപ്പച്ചനെ കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ, സ്വർഗീയ അപ്പച്ചൻ എന്നും ജീവിക്കുന്നു. The eternal father is still watching and he cannot be deceived. ഇന്ന് അനുഗ്രഹിച്ചു. യേശാവ് വന്നപ്പോഴത്തേക്ക് സംഭവം എല്ലാം കഴിഞ്ഞു. Amen. By the time Esau got back with everything, the യേശാവ് ഒരു time was done. കരച്ചിലുണ്ട്, എൻ്റെ അപ്പച്ചാ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, ഞാൻ ഒറിജിനൽ ഇറച്ചിയുമായിട്ട് ഞാനായിരുന്നു യേശാവ്. Amen. There is a cry that Esau cries in ഇതിനു front of മുമ്പേ the ആരാടോ father. വന്നത്? Amen. Who came before that? എനിക്കറിയത്തില്ല. I don't know. എടാ ഇവിടെ ഒരുത്തം വന്ന് അനുഗ്രഹം മേടിച്ചു കൊണ്ടുപോയി. Amen. There was a person who came and received my നീ എന്നെ blessings. ഒന്ന് അനുഗ്രഹിക്കാൻ പറഞ്ഞു ഒറ്റ അനുഗ്രഹം ഉള്ളത് പറഞ്ഞു. Amen. When Esau asked him to bless him, he said there is only one ആ blessing. അനുഗ്രഹം മേടിച്ചു കൊണ്ട് ഒറ്റ ഓട്ടം. അമ്മച്ചി പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. And he started running. He escaped from that place with that blessing. അത് എവിടേക്കാ പോയത്? And we know where Jacob went to. ഹാരാനിൽ നിന്ന് എവിടേക്ക് പോയി? From Haran, where did he go? എവിടേക്കാ പോയത്? പത്തനാരാമിലേക്ക്. സ്തോത്രം. അതെ, പോകുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. We know he is going to Padan Aram. ദൈവത്തിന് സ്തോത്രം. ഒറ്റ പോക്കിൽ യാത്രയിൽ മരണഭീതിയിലാ പോകുന്നത്. വിട്ടുപൊക്കോളാൻ പറഞ്ഞു. അവൻ വന്നാൽ നിന്നെ അവൻ വെച്ചേക്കത്തില്ല. അവൻ ഭയങ്കര ദേഷ്യക്കാരനാവും. കാച്ചിക്കളയും നല്ലതായിട്ട് അമ്പ് ചെയ്യാനൊക്കെ അവൻ അറിയാം. He is fearful for life. He is വിട്ടുപൊക്കോളാൻ running, and your brother is a hunter. He'll take your life. അമ്മ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അമ്മ വീട്ടിലോട്ട് ഓടുക. And he is running to his mother's house. പോയ യാത്രയിൽ സൂര്യൻ അസ്തമിച്ചു. And there the sun set. സൂര്യൻ അസ്തമിച്ച് ഒരു കല്ലെടുത്ത് തലകണയായി വെച്ച് ഉറങ്ങുന്നതായിട്ട് തിരുവചനത്തിൽ കാണുന്നു. He placed a stone as a pillow and he rests his head to sleep. അപ്പൊ പകലത്തെ യാത്രയുടെ ക്ഷീണം, മരണഭയം, ഇതെല്ലാം കൊണ്ട് രാത്രിയിൽ ഉറങ്ങുകയാണ്. All day journey and he is still fearful for his life. He is tired. He is sleeping. രാത്രിയിൽ ഒരു ദർശനം കാണുകയാണ്. And he is seeing a vision at night. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ഗോവേണി ഇറങ്ങി വരുന്നു. There is a ladder that is coming down from heaven. ദൂതന്മാര് കയറി ഇറങ്ങുകയും And ചെയ്യുന്നു. angels are climbing, ascending and descending from അതിന്റെ that ladder. അറ്റത്ത് നിന്നുകൊണ്ട് From that bottom. അവനോട് സംസാരിക്കുകയാണ് ദൈവം. And the Lord is speaking to him. അവനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, You don't have to be afraid. നിന്നോട് കൂടെ ഞാനുണ്ട്. I am with you, says the Lord. അപ്പൊ കൂടെ ഇരിക്കുന്നവനുണ്ട്. And there is a God who is with us. നിന്റെ സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നുമ്പോൾ Amen. When you think your sun has നീതി set, സൂര്യൻ നിനക്കായിട്ട് ഉദിക്കും. there is a sun of righteousness that will arise for you. He is the one who speaks. അവൻ നിന്റെ മരണഭയത്തെ മാറ്റുന്നവനാണ്. And he will take the fear of death from your life. യേശുവിനെ നീ വാഗ്ദത്തമുള്ളവനാണ്. Oh Jeshurun, you are the promised one. നീ വാഗ്ദത്തമുള്ളവനാണ്. You are the promised one. നീ പ്രാർത്ഥനയുടെ മറുപടിയാണ്. You are the answer to prayers. Thank you, Jesus. നീ ചില തന്ത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മെനഞ്ഞാണെങ്കിലും നിന്നെപ്പറ്റി ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. There are some plans that the Lord has for you. അടുത്തത് അവൻ ഓടി കിണറ്റുകരയിൽ ചെന്ന് വെള്ളം കോരുന്ന ചില പെൺകുട്ടികളെ കണ്ട് പരിചയപ്പെട്ടു. ആടിന് വെള്ളം കോരുന്നവരെ. Amen. There he ran even from there and met some women in അവിടെ the വെച്ചൊരു well. പെങ്കൊച്ചിനെ കണ്ട് അവളോട് സംസാരിച്ച കാര്യങ്ങൾ. And then he started talking to a woman. അപ്പോഴാണ് ലാബാന്റെ മകളാണെന്ന് അറിയുന്നത്. That is when he knows he is അവൾ the ഓടി daughter വീട്ടിൽ of ചെന്നു. Laban. അവൾ ഓടി വീട്ടിൽ ചെന്നു. And he goes back to the അപ്പനോട് house. വിവരം പറഞ്ഞു. And she informs the father. ഒരുവൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. There is one person who has come. ഒരുവൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. Amen. There is one person who has come. അവൻ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ നീ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനല്ലേ, നീ എന്തിന് ഭാരപ്പെടുന്നു, നീ എൻ്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ പോയെന്നൊക്കെ തിരുവചനത്തിൽ കാണുന്നു. And we see he was welcomed to Laban's house with all joy. സമയം പോകുന്നല്ലോ, അതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് വരാം. Let me come to the prime part. വീട്ടിൽ ചെന്ന് അവൻ്റെ രണ്ടു മക്കളിൽ ഇളയ മകളായിരിക്കുന്ന ആരെയാ സ്വീകരിച്ച് അവൻ
റാഹേലിനെ അവൻ സ്നേഹിച്ചെന്ന് തിരുവചനത്തിൽ കാണുന്നു. Rachel was loved by നിനക്ക് Jacob, ശമ്പളം തരാം. and you would be paid. ആരായാലും ഞാൻ ശമ്പളം കൊടുക്കണമല്ലോ എൻ്റെ ആടിനെ തീറ്റുന്നത്. I'm anyway supposed to pay somebody അതുകൊണ്ട് for നിനക്ക് ഇരിക്കട്ടെ എന്ന് shepherding, പറഞ്ഞു. and he was appointed there. എന്തൊരു നല്ല അമാച്ചന്മാരാ. Amen. അത്ര അമാച്ചന്മാരൊന്നും ഇവിടെ വന്നിട്ടില്ല. നാട്ടിൽ ഞാൻ കണ്ടിട്ടാ പോകുന്നത്. Amen. We have good family relatives like that. എന്ത് നല്ല ലാവനം, സന്തോഷ വാക്ക്, ചക്കര വാക്ക്, മുഖസ്ഥിതി. And there are good words that is showered upon him. ചക്കര വാക്ക് മുഖസ്ഥിതിയും പറയുന്നവനെ ശ്രദ്ധിച്ചോണം. Amen. You must be beware of people. സൂക്ഷിച്ചോണം, പ്രാർത്ഥിച്ചേ അടുക്കാവൂ. Beware of such people. ചിലരെ കണ്ട ഉടനെ ചിലരെടുത്ത് തലയെ വെക്കും. Amen. But some people, they will be. 10 ദിവസം കഴിയുമ്പോ എടുത്തിട്ട് ചവിട്ടി തൂക്കും. Amen. After 10 days, then they will not mind you anymore. 35 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിലുള്ളത്. Amen. 35 years, I've learned something from my ആരെയും experience. കൂടുതൽ അടുപ്പിക്കരുത്. Do not take a lot of people in your ആരെയും life. അകറ്റരുത്. Do not distance from a lot of people. NSSന്റെ വാക്യം കടമെടുക്കുകയാണ്. Amen. I'm trying to take words from NSS. സമദൂരം. അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ ശത്രുക്കൾ ഞാൻ പോയിടത്ത് ഇല്ലെന്നുള്ളതാ. Amen. That means there are no more ഡിസ്റ്റൻസ് enemies. കീപ്പ് ചെയ്ത് മരണം വരെ കൊണ്ടുപോകും. Amen. With an there are not many people who are നമുക്ക് in favor അനുകൂലമായിട്ട് of us. ഒരുത്തനുണ്ട്. Amen. There is a God who is in favor അവൻ of ഇറങ്ങി us. വരുന്നവനാണ്. He is the one who comes. അവൻ യേശുവിന്റെ He ദൈവമാണ്. is the God of Jeshurun. അവൻ അത്ഭുതം He is പ്രവർത്തിക്കുന്നവനാണ്. the one who works wonders. എന്നിട്ട് ലാബാന്റെ വീട്ടിൽ അനന്തരം ചെറുക്കൻ താമസം തുടങ്ങി. Amen. He started living in Laban's house. എന്നിട്ട് ഇതിനകത്ത് വേഗത്തിൽ കഥ പറയുകയാണ്. Amen. I'm going forward. ആദ്യം ഇളയ മകൾക്ക് വേണ്ടി യാക്കോവിന്റെ വീട്ടിൽ അനന്തരവൻ ആടിനെയും തീറ്റിക്കൊണ്ട് എന്തോ ചെയ്തു, ജോലി ചെയ്ത് ഇളയ മകളെ വിവാഹം കഴിക്കാനായിട്ട് തരാമെന്ന് പറഞ്ഞു നിന്നു. He is working in Laban's field for Rachel. കണ്ണു മങ്ങിയ മൂത്ത മകളെ കൊടുത്ത് എന്ത് ചെയ്തു, അമ്മാച്ചൻ ഒന്നാം തരം കളിപ്പിച്ച ലാവാൻ ഇവിടെ ഇല്ല. Laban deceived Jacob by giving his eldest daughter. നാട്ടിലുണ്ട്. There are such people even in this society. ഞാൻ കണ്ടിട്ടുണ്ടെന്ന്, And I've seen such people. അനുഭവം ഉണ്ടെന്ന്. And I've experienced. അനുഭവം ഇല്ലെങ്കിൽ സാരമില്ല, ഇവിടുത്തെ അനുഭവത്തിൽ പൊക്കോട്ടെ. Amen. Let none of you experience such things. എന്നിട്ട് അടുത്ത വിളയം തരാമെന്ന് പറഞ്ഞു. 7 വർഷം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. എഗ്രിമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തു. And then he was promised the next daughter and for another 7 years of service. 14 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ മുളയും കിട്ടി. After 14 years, he was given both the daughters. അവിടുന്ന് പിന്നെ 7 വർഷം കൂടെ നിന്നു. From there, he stayed for 7 more years. എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? Amen. യാക്കോബ് പറയുകയാണ്, 7 7 14 6 20 വർഷം Close to 20 years. നിനക്ക് വേണ്ടി ഞാൻ സേവ ചെയ്തു. I served you. നീ 10-ലധികം പ്രാവശ്യം എന്റെ നന്മ മാറ്റി. Amen. More than 10 times you did not bless me. എന്നാൽ ദൈവം ലാബാനോട് ഇടപെടുകയാണ്. But the Lord is talking to എന്റെ Laban. ദാസനായ യാക്കോബിനോട് Amen. ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ പ്രവർത്തിക്കരുതേ, അവനെ വിട്ടയക്ക എന്ന് പറഞ്ഞ് ജീവനുള്ള ദൈവം ലാബാനോട് സംസാരിച്ചു. The living God speaks to Laban. For Jacob sent my son, my beloved servant. അപ്പം ദൈവമില്ലാത്തവനോട് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. Amen. The Lord still speaks to രാജാക്കന്മാരുടെ ungodly people. ഹൃദയം യഹോവയുടെ കയ്യിലെ നീർത്തോട് പോലെ ഇരിക്കുന്നു. Amen. The hearts of the king are അവൻ like the ആരോടും rivers സംസാരിക്കും. in his hands. അവൻ അധികാരികളോട് He will സംസാരിക്കും. speak to the people in the authority. അല്ലാത്തവരോട് He സംസാരിക്കും. will speak to people who are not എതിരാളിയോട് favorable. സംസാരിക്കും. He will speak to your അവൻ opponents. ശത്രുവിനോട് He will സംസാരിക്കും. speak to your enemies. നമുക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നവൻ ഇന്ന് പകലിൽ ഉണ്ട്. The Lord is the one who keeps our portion. Thank you, Jesus. അവിടെ നിന്ന് ദൈവം ഇടപെട്ടതനുസരിച്ച് യാക്കോബ് യെശുരൂൻ മക്കളെയെല്ലാം കൂട്ടി, ദാസിമാരെയും കൂട്ടി, സമ്പത്തുമെല്ലാം കൂട്ടി, ഒരാട്ടും കൂട്ടവും വലിയൊരു പണക്കാരനായി 20 വർഷം കൊണ്ട്. In 20 years he became wealthy person. He is leaving from there with 2 അതിനെല്ലാം portions. കൂടെ യാബോക്ക് എന്ന് പറയുന്ന നദി കടത്തിയിട്ട്. Amen. He sent across the river Jabbok and he sent them forth and he stayed back. ഉഷസാകുവോളം ഒരുത്തനുമായിട്ട് മല്ല് പിടിച്ചെന്ന് തിരുവചനത്തിൽ കിടക്കുന്നു. He is fighting with a man we see at the break of dawn at the riverside of Jabbok. മല്ല് പിടിച്ച് ഉഷസായപ്പോഴത്തേക്ക് അവന്റെ തുടയുടെ തളം തൊട്ടു. There the angel touched his hip.
നിന്റെ പേരെന്താന്ന് ചോദിച്ചു. And he asked, what is your name? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് And പറഞ്ഞു. he said, I will not leave you until you എന്റെ bless പേര് me. യാക്കോബ് എന്നാന്ന് And പറഞ്ഞു. he said, my name is Jacob. നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ I വിടത്തില്ലെന്ന് will പറഞ്ഞു. not leave you until you bless me. അതിനകത്തൊരു ദൂതമുണ്ട്. Amen. There is a word. വിടേണ്ടത് വിടണം, You must leave some things that you need കടത്തേണ്ടത് to അക്കരെ leave. കടത്തണം. You need to send across things that you need to send ഉത്തരത്തെ across. ഇരിക്കുന്നത് എടുക്കുകയും Amen. To take things on high. കറ്റത്തിലിരിക്കുക പോവുകയും ചെയ്യരുതെന്ന് പിതാക്കന്മാർ പറഞ്ഞ ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്. There are some things that we need to ഇത് leave രണ്ടും in കൂടെ order to get പെന്തക്കോസ്തിന് something. പറ്റിയതല്ല. And these are the things that we do പെന്തക്കോസ്ത് not have. ശക്തിയുടെ മാർഗമാണ്. I mean, there is a power that is in the എല്ലാം Pentecost. വിടേണ്ടതിനെ വിടണം, There are things that you need to let go. കടത്തേണ്ടതിനെ കടത്തണം, There are things that you need to let go. കടത്തേണ്ടതിനെ കടത്തി വിടേണ്ടതിനെ വിട്ട് ഇന്ന് പകലിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി വരും ദിവസങ്ങളിൽ ഈ 26 അവസാനിക്കുന്നതിന് മുമ്പേ കാണുമെന്ന് ദൈവം നിന്നോട് ദൂത് പറയുകയാണ്. Amen. You will see things happen in your life if you let go of things that you need to let go and hold on to the Lord in prayer. നിശ്ചയമായിട്ടും ദൈവത്തിന് മറുപടിയുണ്ട്. Amen. There is a definite answer for your prayers. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. Amen. There is answers for your prayers. അവനോട് ചോദിച്ചു നിന്റെ പേരെന്നാ ചോദിച്ചപ്പോൾ എൻ്റെ പേര് യാക്കോബ് എന്നാണ് പറഞ്ഞു. And he said, my name is ആ Jacob. പേരിനകത്ത് കർത്തൃദാസന്മാർ പറയുന്ന ഉപായി എന്നൊരു വാക്ക് കൂടെ കിടപ്പുണ്ട്. And there is also a word, a നല്ല deceiver. വശം പറയുന്നത് കൊണ്ട് അവിടേക്ക് കിടക്കുന്നില്ല. Amen. I don't want to get into the details there. പക്ഷെ വാഗ്ദത്ത സന്തതിയാണ്, He is the promised one. പ്രാർത്ഥനയുടെ മറുപടിയാണ്. He is the answer to a prayer. അവന്റെ മരണഭയ യാത്രയിൽ അവനോട് ഇറങ്ങി വന്ന് സംസാരിച്ച ദൈവമാണ്. There is a God, that is the God who encountered him in his journey. ലാബാനോട് നല്ലൊരു യാത്രയപ്പിന് വേണ്ടി ഇടപെട്ട ദൈവമാണ്. He is the God who encountered Laban to send ആ him forth. ദൈവത്തിന്റെ ദൂതനാണ് യാബോക്കിന്റെ കടവിൽ വന്ന് അവനുമായി മല്ലുപിടിച്ചത്. It is the same angel of the same Lord who is with him അവൻ fighting at അവന്റെ the സ്ഥിതി Jabbok. മാറ്റി അവന്റെ തലമുറയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവനാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഉള്ള അനുഭവത്തിലാണല്ലോ ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെട്ടത്. His name was changed. The entire generations after him was ആ blessed. ദൈവം ഇന്ന് പകല് നമ്മോട് കൂടെയുണ്ട്. And the same God is with us. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, പൂർവ്വസ്ഥിതി അല്പമായി തോന്നിയാലും അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. Amen. Your beginnings may look very weak, but your ending will be അവസാനം strong. ശ്രേഷ്ഠമായിരിക്കട്ടെ. Amen. Let your endings be strong. വിശ്വസ്തയോടെ നല്ല കർത്താവിനെ സേവിക്കും. Let us stay faithful അവന്റെ in the Lord. നാമത്തിനായി നിൽക്കും. Amen. Let us all stand together for ഇത് him. തന്നെ സത്യമാർഗം. Amen. Let this be our true path. ഇതല്ലാതെ നിത്യതയിലെത്തുവാൻ വേറെ വഴിയില്ല. There is no other way you can get to വഴിയും eternity. സത്യം ജീവനുമായവനിലൂടെ യാത്ര ചെയ്ത് നിത്യതയുടെ വീട്ടിലെത്താം. He is the way, the truth, and the life. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കർത്തൃദാസനും ദൈവസഭയ്ക്കും നന്ദി അറിയിച്ച് ദൈവസന്നിധിയിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. May the Lord bless you. Thank you for this wonderful opportunity. Let's all close